കണ്ണൂർ അഴീക്കലിന് സമീപം അറബിക്കടലിൽ തീപിടിച്ച ചരക്ക് കപ്പലിന്റെ ഇന്ധന ടാങ്കിന് സമീപത്തെയും ഇന്നർ ഡെക്കിലെയും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. കടലിലെ പ്രതികൂല സാഹചര്യം വെല്ലുവിളിയാണ്. അൺഎയ്ഡഡ് സ്കൂളുകൾ ആവശ്യപ്പെട്ടാൽ +1 സീറ്റ് വർദ്ധിപ്പിച്ചു നൽകാൻ സർക്കാർ തീരുമാനം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും അന്തിമ തീരുമാനം. കോഴിക്കോട് പന്തീരാൻകാവിൽ സ്വകാര്യ ബാങ്കിനെ കബളിപ്പിച്ച് 40 ലക്ഷം കവർന്ന സംഭവത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന നിഗമനത്തിൽ പോലീസ്. CCTV ഇല്ലാത്ത സ്ഥലത്ത് വെച്ച് സംഭവം നടന്നതിലും 1 മണിക്കൂർ വൈകി പോലീസിനെ വിവരം അറിയിച്ചതിലും ദുരൂഹത. സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴ ലഭിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡും ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന കൊല്ലം പാലത്തറ ജംഗ്ഷനിൽ ഇടിഞ്ഞു താണ സർവീസ് റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്ന് പുനരാരംഭിക്കും. 4 ദിവസത്തിനകം ഗതാഗത യോഗ്യമാക്കുമെന്ന് കമ്പനിയുടെ ഉറപ്പ്.